ഹായ്, ഇതെൻ്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് പല തരത്തിലുള്ള ഫ്രൂട്ട് കായ്ച്ചു നിൽക്കുകയാണ്. ഇതാ പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നു. ഇതാ പച്ച നിൽക്കുന്നുണ്ട്. ഇത് പഴുത്തില്ല, എൻ്റെ കൊമ്പുകളാണ്. രണ്ട് ഫ്രൂട്ട് ഇതാ നിൽക്കുകയാണ്. ഇവിടെ രണ്ട് ഫ്രൂട്ടും ഒരു മുട്ടും നിൽക്കുകയാണ്. ഒരു കായ നിൽക്കുകയാണ്. ഇത് പഴുത്തില്ല. ഇത് രണ്ടെണ്ണം 2 ദിവസമായേ ഉള്ളൂ പൂ വിരിഞ്ഞിട്ട്. നിറച്ച് കൊമ്പുകളുണ്ട്. ഒരെണ്ണം പഴുത്ത് നിൽക്കുകയാണ്. ഒരെണ്ണം പഴുത്തില്ല, പച്ച നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ നട്ടിരിക്കുന്നതാണ്. ഇത് ഈ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. ഈ ബക്കറ്റിൽ വേറെ വളമൊന്നും ഇട്ടിട്ടില്ല. ചാരമാണ് അതിൻ്റെ മൂട്ടിൽ. ചാരം അല്ലെങ്കിൽ ചാമ്പൽ, 2 വാക്കുകളും പറയും. അതാണ് ഞങ്ങളിത് ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ പറയുന്നത് ചാമ്പലെന്നാണ്, ചില സ്ഥലത്തൊക്കെ ചാരം എന്നാണ് പറയുന്നത്. വലിയൊരു മൂടായിട്ടുണ്ട്. ഇതൊരു 4 വർഷത്തിന് മേലാവും ഇത് നട്ടിട്ട്. ഞങ്ങൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞ്, വെയിറ്റ് കൊണ്ടൊരിക്കൽ മൂട്ടി വീണെല്ലാം കൂടെ. ഈ മുന്തിരിയിലാണ്, മുന്തിരി ഉണങ്ങിയിരിക്കുന്നത്. ഇതിലാണ് നിന്നത്. എല്ലാം കൂടെ മൂട്ടി വീഴുന്നതിന് ശേഷം ഇപ്പോൾ ഒരു പൈപ്പ് കെട്ടി വെച്ചിരിക്കുകയാണ്. വെയിറ്റ് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഞാൻ അതുകൊണ്ട് മുറിച്ച് കളഞ്ഞ്. ഇടയ്ക്ക് ഞങ്ങൾ 2-3 ഫ്രൂട്ട് പറിച്ചായിരുന്നു. ഇതാ പറിച്ചതിൻ്റെ അടയാളമാണിത് കാണുന്നത്. ഇവിടെ നിന്ന് ഒരെണ്ണം പറിച്ച്, വേറെയും പറിച്ച കൊമ്പുകളുണ്ട്, കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഒരെണ്ണം പറിച്ചായിരുന്നു, 2-3 പറിച്ചായിരുന്നു. ഇനി പറിച്ച കൊമ്പിനെയൊക്കെ ഞാൻ മൂട്ടി വീഴാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ മുറിച്ച് കളയും. ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കും. ഇവിടെയെങ്കിലും ആർക്കും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആർക്കും വേണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൊടുത്താലും ആരും വാങ്ങൂല. മുകൾ വരെ എത്തിയിട്ടു ഇതിൻ്റെ കൊമ്പുകൾ. പഴുത്ത് നിൽക്കുന്നത്. നമ്മളാ വീട്ടിൽ ഒരു മൂട്ട് നട്ടിരുന്നാൽ നമുക്ക് ആവശ്യമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും. നമ്മളെ വീട്ടിലുള്ളതാണെങ്കിൽ നമ്മൾ വാങ്ങും പോലെയല്ല, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ അത്രയും മധുരമില്ല. ഇത് നല്ല മധുരമാണ്. നമ്മൾ നാക്കെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് റോസ് കളറാവും. ഇത് ഒരു മുട്ടും കൂടെ വരെയാണ്. ഇനി ഇപ്പം വന്നതേ ഉള്ളൂ, അതിന് വളർന്ന് വരണം. ഇനി ആ കഷ്ണത്തിൽ ഒരു മുട്ടയേ ഉള്ളൂ, അതുകൊണ്ട് അത് രക്ഷപ്പെടും. ഒന്നിൽ കൂടുതൽ മുട്ടയൊക്കെ വരുമ്പോഴാണ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും, ചിലതൊക്കെ കരിഞ്ഞു പോവും. പക്ഷെ ഇവിടെ വെയിൽ കുറവാണ്, ഈ മരങ്ങളെല്ലാം നിൽക്കുന്നതുകൊണ്ട് അതാണ്. അല്ലെങ്കിൽ എല്ലാ കൊമ്പിലും നിറച്ച് കായ് വരുമായിരുന്നു. എൻ്റെ മൂട്ടിൽ തന്നെ എല്ലാ മരങ്ങളും കൂടെ നിറച്ച് ഓരോ മരങ്ങൾ നട്ടു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര നല്ല രീതിയിൽ വെയിൽ കിട്ടൂല, നല്ല രീതിയിൽ. അതുകൊണ്ട് ഈ സൈഡിൽ വെയിലില്ലാത്തതുകൊണ്ട് 2 മുട്ട് ഇതിൽ വന്ന മുട്ടും കൊഴിഞ്ഞു പോയി, ഇതിൽ വന്നതും കരിഞ്ഞു പോയി, വെയിലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഈ സൈഡിലൊന്നും ഒട്ടും കായ് വരുന്നില്ല, വെയിലില്ലാത്തതുകൊണ്ട്. വെയിലുള്ള ഭാഗത്ത് മാത്രമേ കായ് വരികയുള്ളൂ. ഇതിനാണെങ്കിൽ അത്യാവശ്യം, ഡ്രാഗൺ ഫ്രൂട്ടിന് അത്യാവശ്യം വെയിലാണ്. വെള്ളമാണെങ്കിൽ എപ്പോഴും ഒഴിക്കുകയൊന്നും വേണ്ട. ഞാൻ വല്ല ആണ്ടയ്ക്ക് ഒരിക്കലാണ് വെള്ളം ഒഴിക്കുന്നത്. എന്നാലും നല്ല രീതിയിൽ ഇത് കായ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് കിട്ടുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വിലയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലായാലും നിങ്ങൾക്ക് കൃഷി ചെയ്യാം. ഇതും ഞങ്ങൾ പറിച്ചെടുത്തതിൻ്റെ ഭാഗമാണ്. ഇനി ഈ കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളയും, ഫ്രൂട്ട് കായ്ച്ചതെല്ലാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ബക്കറ്റിൽ എന്തെങ്കിലും
നട്ടിട്ട് ഇതിങ്ങ് കൊമ്പ് താഴ്ന്ന് വന്നാലേ കായ്ക്കുള്ളൂ. അല്ല ഇങ്ങനെ ഉയർന്ന് പൊങ്ങി പോയി കഴിഞ്ഞാൽ കായ്ക്കില്ല. കൊമ്പ് ഇതേപോലെ താഴ്ന്ന് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ ചായണം. ഞങ്ങൾ ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണിക്കാൻ പറ്റൂല. ടയറൊന്നും കണ്ടുകൂടാ. അതിൻ്റെ മണ്ടേ കൂടെ എല്ലാം നിറഞ്ഞ് കിടക്കുകയാണ്. എന്ത് സന്തോഷം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത്, നമ്മളെ സ്വന്തം വീട്ടിൽ പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. എന്താ 2 എണ്ണം ഇതാ പഴുത്തിരിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം പഴുത്തിരിക്കുന്നു. ഇതൊക്കെ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേ പഴുക്കുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും നിങ്ങളെ വീടുകളിൽ ഇതേപോലെ ഡ്രാഗൺ ചെടി വാങ്ങിച്ച് നടണം. നട്ടാൽ നിങ്ങൾ ആ വീട്ടിലെ ആവശ്യത്തിന് വിഷവും വളവും ഒന്നും ചേർക്കാത്ത ഫ്രൂട്ട് മക്കൾക്കൊക്കെ കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും.